എസ്എഫ്ഐയെ ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കം തുടരുകയാണ്. എസ്എഫ്ഐയുടെ ചോര കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ പറഞ്ഞു. എസ്എഫ്ഐ തിരുത്തണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീണ്ടും ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കണമെന്നതാണ് എസ്എഫ്ഐയുടെ പ്രതികരണം. എസ്എഫ്ഐ തുടർച്ചയായി വിവാദങ്ങളിൽപ്പെടുന്നത് മുന്നണിക്ക് തന്നെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് പതിവില്ലാത്ത വിധം കടുത്ത വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി തുടർച്ചയായി രംഗത്തു വരുന്നത്. പ്രതിപക്ഷം പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ സിപിഐയുടെ സെക്രട്ടറി എസ്എഫ്ഐ വിമർശിച്ചത് കടുത്ത എസ്എഫ്ഐ വികാരം പേറുന്ന സിപിഎമ്മിന്റെ തലമുതിർ നേതാക്കളെ പോലും അസ്വസ്ഥരാക്കുന്നു. വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. എസ്എഫ്ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ബാലനെ തള്ളാതെയും നിലപാട് തിരുത്താതെയുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ പ്രതികരണം. ഞാൻ പറയുന്നു എസ്എഫ്ഐക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ബാലന്റെ അഭിപ്രായമായിരിക്കും. എസ്എഫ്ഐയുടെ രക്തം കുടിക്കാൻ സമ്മതിക്കില്ല ആരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അകത്തുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ഞാനും സമ്മതിക്കില്ല. എസ്എഫ്ഐയുടെ ചൊര കൊടുക്കാൻ ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു എസ്എഫ്ഐ തിരുത്തണം. ബിനോയ്ക്കെതിരെ എസ്എഫ്ഐയും രംഗത്ത് വന്നു. ഇത്തരം ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും. ഏതൊരാൾക്കും ഞങ്ങൾ ഈ വിമർശനത്തിന് അതീതരുന്നല്ല. ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തല വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ എസ്എഫ്ഐയെ ചൊല്ലി കഴിഞ്ഞ ദിവസം നിയമസഭയിലും രൂക്ഷമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദമാണ് ഉണ്ടായത്. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ കെഎസ്യു ശ്രമിക്കുകയാണെന്നും അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുകയാണെന്നുമാണ് സിപിഎമ്മിന്റെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം.